ചോദ്യം 151. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? എ. ദൈവം, ബി. പിതാവ്, സി. അബ്രാഹം, ഡി. മോശ. ഉത്തരം സി. അബ്രാഹം. ചോദ്യം 152. ആരാണ് ആദ്യം മുതൽ കൊലപാതകി? എ. ദുഷ്ടൻ, ബി. പിശാച്, സി. വഞ്ചകൻ, ഡി. സർപ്പം. ഉത്തരം ബി. പിശാച്. ചോദ്യം 153. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നവൻ? എ. പിതാവിൽ നിന്നുള്ളവൻ, ബി. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവൻ, സി. ദൈവത്തിൽ നിന്നുള്ളവൻ, ഡി. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നവൻ. ഉത്തരം സി. ദൈവത്തിൽ നിന്നുള്ളവൻ. ചോദ്യം 154. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? എ. സ്വർഗം, ബി. ദൈവം, സി. യോഹന്നാൻ, ഡി. പിതാവ്. ഉത്തരം ഡി. പിതാവ്. ചോദ്യം 155. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? എ. പിതാവായ അബ്രാഹം, ബി. മോശ, സി. ദാവീദ്, ഡി. ഏലിയ. ഉത്തരം എ. പിതാവായ അബ്രാഹം. ചോദ്യം 156. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? എ. ഫരിസേയരുടെ, ബി. നിയമജ്ഞരുടെ, സി. യഹൂദരുടെ, ഡി. ശിഷ്യന്മാരുടെ. ഉത്തരം ഡി. ശിഷ്യന്മാരുടെ. ചോദ്യം 157. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? എ. പിതാവിൻ്റെ പ്രവൃത്തികൾ, ബി. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, സി. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ, ഡി. എന്നെ അയച്ചവൻ്റെ വചനം പ്രഘോഷിക്കുക. ഉത്തരം സി. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 158. എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? എ. ഇവിടെയായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ബി. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, സി. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഡി. ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ പ്രകാശമാണ്. ഉത്തരം ബി. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 159. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം? എ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ബി. സൗഖ്യം നൽകുന്നവൻ, സി. അയക്കപ്പെട്ടവൻ, ഡി. വിളിക്കപ്പെട്ടവൻ. ഉത്തരം സി. അയക്കപ്പെട്ടവൻ. ചോദ്യം 160. മുൻപ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? എ. പുരോഹിത പ്രമുഖരുടെ, ബി. നിയമജ്ഞരുടെ, സി. യഹൂദ പ്രമാണികളുടെ, ഡി. ഫരിസേയരുടെ. ഉത്തരം ഡി. ഫരിസേയരുടെ. ചോദ്യം 161. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? എ. ഫരിസേയരിൽ ചിലർ, ബി. നിയമജ്ഞരിൽ ചിലർ, സി. യഹൂദരിൽ ചിലർ, ഡി. ജനങ്ങളിൽ ചിലർ. ഉത്തരം എ. ഫരിസേയരിൽ ചിലർ. ചോദ്യം 162. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. എ. അത്ഭുതങ്ങൾ, ബി. നന്മ, സി. അടയാളങ്ങളിലൂടെ, ഡി. അടയാളങ്ങൾ. ഉത്തരം ഡി. അടയാളങ്ങൾ. ചോദ്യം 163. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? എ. ഫരിസേയർ, ബി. നിയമജ്ഞർ, സി. യഹൂദർ, ഡി. പുരോഹിതർ. ഉത്തരം സി. യഹൂദർ. ചോദ്യം 164. നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? എ. സൗഖ്യം പ്രാപിച്ചവൻ, ബി. അന്ധൻ, സി. ഫരിസേയൻ, ഡി. നിയമജ്ഞൻ. ഉത്തരം ബി. അന്ധൻ. ചോദ്യം 165. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? എ. തിന്മ പ്രവർത്തിക്കുന്നവരുടെ, ബി. അവിശ്വാസികളുടെ, സി. പാപികളുടെ, ഡി. അനീതി പ്രവർത്തിക്കുന്നവരുടെ. ഉത്തരം സി. പാപികളുടെ. ചോദ്യം 166. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? എ. മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ?
ബി ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? സി നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഉത്തരം ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ചോദ്യം 167. യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? എ സത്യത്തിന് സാക്ഷ്യം നൽകാൻ, ബി ലോകത്തിന് ജീവൻ നൽകാൻ, സി ന്യായവിധിക്ക്, ഡി പാപമോചനത്തിന്. ഉത്തരം സി ന്യായവിധിക്ക്. ചോദ്യം 168. ഏത് ഉപമ പറഞ്ഞപ്പോഴാണ് തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഫരിസേയർ മനസ്സിലാക്കാതിരുന്നത്? എ നാണയത്തിൻ്റെ ഉപമ, ബി കൃഷിക്കാരൻ്റെ ഉപമ, സി നല്ല ഇടയൻ്റെ ഉപമ, ഡി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ഉത്തരം ഡി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 169. ആരാണ് ആടുകളുടെ വാതിൽ? എ യേശു, ബി യോഹന്നാൻ, സി മിശിഹ, ഡി മോശ. ഉത്തരം എ യേശു. ചോദ്യം 170. യേശുവിൻ്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത്? എ ഫരിസേയരുടെ, ബി നിയമജ്ഞരുടെയും സദുക്കായരുടെയും, സി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും, ഡി യഹൂദരുടെ. ഉത്തരം ഡി യഹൂദരുടെ. ചോദ്യം 171. ഏതാണ് ശീതകാലത്തെ തിരുനാൾ? എ കൂടാരത്തിരുന്നാൾ, ബി പെസഹ തിരുനാൾ, സി പ്രതിഷ്ഠയുടെ തിരുനാൾ, ഡി പെന്തക്കുസ്ത തിരുനാൾ. ഉത്തരം സി പ്രതിഷ്ഠയുടെ തിരുനാൾ. ചോദ്യം 172. യേശു തൻ്റെ ആടുകൾക്ക് നൽകുന്നത് എന്ത്? എ ദൈവവചനം, ബി നിത്യജീവൻ, സി നിത്യത, ഡി പിതാവിൻ്റെ ഭവനം. ഉത്തരം ബി നിത്യജീവൻ. ചോദ്യം 173. ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ഡാഷ് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്? പൂരിപ്പിക്കുക. എ സാബത്ത് ലംഘനം, ബി നിയമലംഘനം, സി ദൈവദൂഷണം, ഡി ദുഷ്പ്രേരണ. ഉത്തരം സി ദൈവദൂഷണം. ചോദ്യം 174. ദൈവവചനം ആരുടെ അടുത്ത് വന്നുവോ അവരെ ഡാഷ് എന്ന് വിളിച്ചു? പൂരിപ്പിക്കുക. എ ദൈവമക്കൾ, ബി സ്നേഹിതർ, സി സഹോദരർ, ഡി ദൈവങ്ങൾ. ഉത്തരം ഡി ദൈവങ്ങൾ. ചോദ്യം 175. യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏത്? എ ജോർദാന് സമീപം, ബി ജോർദാൻ്റെ തീരത്ത്, സി ജോർദാൻ്റെ മറുകരയിൽ, ഡി ജോർദാൻ്റെ കരയിൽ. ഉത്തരം സി ജോർദാൻ്റെ മറുകര. ചോദ്യം 176. ആരാണ് ഒരടയാളവും പ്രവർത്തിക്കാതിരുന്നത്? എ അബ്രാഹം, ബി ജോസഫ്, സി യോന, ഡി യോഹന്നാൻ. ഉത്തരം ഡി യോഹന്നാൻ. ചോദ്യം 177. ഈ മനുഷ്യനെപ്പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. പൂരിപ്പിക്കുക. എ ഏലിയ, ബി ഏശയ്യ, സി യോഹന്നാൻ, ഡി മോശ. ഉത്തരം സി യോഹന്നാൻ. ചോദ്യം 178. ലാസർ എവിടെ നിന്നുള്ളവനായിരുന്നു? എ ജെറുസലേമിൽ, ബി കാന, സി റാമ, ഡി ബഥാനിയ. ഉത്തരം ഡി ബഥാനിയ. ചോദ്യം 179. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? എ 11, ബി 7, സി 10, ഡി 12. ഉത്തരം എ 11. ചോദ്യം 180. സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തതാര്? എ മേരി, ബി മഗ്ദലന മറിയം, സി ലാസറിൻ്റെ സഹോദരിയായ മറിയം, ഡി മറിയം. ഉത്തരം ഡി മറിയം. ചോദ്യം 181. ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചത്? എ മർത്ത, ബി മറിയം, സി സഹോദരിമാർ, ഡി സേവകൻ. ഉത്തരം സി സഹോദരിമാർ. ചോദ്യം 182. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി താമസിച്ചു? എ 3, ബി 2, സി 4, ഡി 1. ഉത്തരം ബി 2. ചോദ്യം 183.
നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ആര് ആരോട് പറഞ്ഞു? എ യേശു ശിമയോനോട്, ബി യേശു പീലിപ്പോസിനോട്, സി യേശു ശിഷ്യന്മാരോട്, ഡി തോമസ് യേശുവിനോട്. ഉത്തരം സി യേശു ശിഷ്യന്മാരോട്. ചോദ്യം 184. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? എ 1 ദിവസം, ബി 2 ദിവസം, സി 3 ദിവസം, ഡി 4 ദിവസം. ഉത്തരം ഡി 4 ദിവസം. ചോദ്യം 185. 15 സ്ഥാദിയോൺ എന്നാൽ എത്ര കിലോമീറ്ററാണ്? എ ഏകദേശം 3 കിലോമീറ്റർ, ബി ഏകദേശം 2 കിലോമീറ്റർ, സി ഏകദേശം 4 കിലോമീറ്റർ, ഡി ഏകദേശം 1 കിലോമീറ്റർ. ഉത്തരം എ ഏകദേശം 3 കിലോമീറ്റർ. ചോദ്യം 186. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? എ സ്നേഹിതർ, ബി നിരവധി യഹൂദർ, സി അനേകം യഹൂദർ, ഡി യഹൂദ സമൂഹം. ഉത്തരം സി അനേകം യഹൂദർ. ചോദ്യം 187. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? എ മറിയം, ബി മർത്ത, സി ശിഷ്യന്മാർ, ഡി ജനങ്ങൾ. ഉത്തരം ബി മർത്ത. ചോദ്യം 188. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? എ മർത്ത, ബി സഹോദരി, സി മറിയം, ഡി മേരി. ഉത്തരം സി മറിയം. ചോദ്യം 189. നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും. ആരാണ് പറഞ്ഞത്? എ സഹോദരിമാർ, ബി മേരി, സി മറിയം, ഡി മർത്ത. ഉത്തരം ഡി മർത്ത. ചോദ്യം 190. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ആരാണെന്നാണ് മർത്ത പറഞ്ഞത്? എ ദൈവപുത്രനായ ക്രിസ്തു, ബി പ്രവാചകനായ ക്രിസ്തു, സി ദൈവപുത്രനായ മിശിഹ, ഡി രക്ഷകനായ ദൈവം. ഉത്തരം എ ദൈവപുത്രനായ ക്രിസ്തു. ചോദ്യം 191. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെന്ത്? എ എവിടെയാണ് ലാസറിനെ അടക്കിയിരിക്കുന്നത്, ബി കല്ലറ എവിടെയാണ്, സി അവൻ്റെ ശവകുടീരം എവിടെയാണ്, ഡി അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്. ഉത്തരം ഡി അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്. ചോദ്യം 192. നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആരാണ് പറഞ്ഞത്? എ ജനങ്ങൾ, ബി ശിഷ്യന്മാർ, സി യഹൂദർ, ഡി ഫരിസേയർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 193. കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ആരാണ് പറഞ്ഞത്? എ യഹൂദർ, ബി മരിച്ചയാളുടെ സഹോദരിയായ മർത്ത, സി മരിച്ചയാളുടെ സഹോദരിയായ മറിയം, ഡി ലാസറിൻ്റെ സഹോദരിമാർ. ഉത്തരം ബി മരിച്ചയാളുടെ സഹോദരിയായ മർത്ത. ചോദ്യം 194. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പൂരിപ്പിക്കുക. എ അത്ഭുതം, ബി ദൈവകൃപ, സി ദൈവമഹത്വം, ഡി ദൈവത്തിൻ്റെ ശക്തി. ഉത്തരം സി ദൈവമഹത്വം. ചോദ്യം 195. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞതെന്ത്? എ ലാസറെ എഴുന്നേൽക്കുക, ബി ലാസറെ ശ്രവിക്കുക, സി നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഡി ലാസറെ പുറത്തു വരിക. ഉത്തരം ഡി ലാസറെ പുറത്തു വരിക. ചോദ്യം 196. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? എ ഫരിസേയരോട്, ബി പുരോഹിത പ്രമുഖരോട്, സി നിയമജ്ഞരോട്, ഡി യഹൂദ പ്രമാണിമാരോട്. ഉത്തരം എ ഫരിസേയരോട്. ചോദ്യം 197. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ആര് വന്ന് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്? എ റോമൻ പടയാളികൾ, ബി ദൈവം, സി വിജാതിയർ, ഡി റോമാക്കാർ. ഉത്തരം ഡി റോമാക്കാർ. ചോദ്യം 198. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? എ അന്നാസ്, ബി പ്രധാന പുരോഹിതൻ,
സി കയ്യാഫാസ്, ഡി പുരോഹിത ശ്രേഷ്ഠൻ. ഉത്തരം സി കയ്യാഫാസ്. ചോദ്യം 199. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? എ ജെറുസലേം നിവാസികളുടെ, ബി യഹൂദരുടെ, സി ഗലീലിയരുടെ, ഡി ഫരിസേയരുടെ. ഉത്തരം ബി യഹൂദരുടെ. ചോദ്യം 200. യേശു ബഥാനിയയിലേക്ക് വന്നത് എന്നാണ്? എ പെസഹായോടനുബന്ധിച്ച്, ബി പെസഹായ്ക്ക് 6 ദിവസം പിമ്പ്, സി പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്, ഡി പെസഹായ്ക്ക് 6 ദിവസത്തിന് ശേഷം. ഉത്തരം സി പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. ചോദ്യം 201. എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ആരാണ് ചോദിച്ചത്? എ യൂദാസ്ലീഹ, ബി ശിമയോൻ, സി പീലിപ്പോസ്, ഡി യൂദാസ് കറിയാത്ത. ഉത്തരം ഡി യൂദാസ് കറിയോത്തോ. ചോദ്യം 202. ഒരു ധനാറ എത്ര? എ ഒരാഴ്ചത്തെ കൂലി, ബി 1 ഷെക്കേലിൻ്റെ 100-1, സി 1 ദിവസത്തെ കൂലി, ഡി 1 മാസത്തെ കൂലി. ഉത്തരം സി 1 ദിവസത്തെ കൂലി. ചോദ്യം 203. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? എ യൂദാസ്ലീഹ, ബി ശിമയോൻ, സി പീലിപ്പോസ്, ഡി യൂദാസ് കറിയോത്ത. ഉത്തരം ഡി യൂദാസ് കറിയോത്ത. ചോദ്യം 204. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു ഗണം യഹൂദർ വന്നത്? എ ബഥാനിയ, ഡി ദേവാലയം, സി സിനഗോഗ്, ഡി ജെറുസലേം. ഉത്തരം എ ബഥാനിയ. ചോദ്യം 205. ആരെക്കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? എ യൂദാസിനെ, ബി ശിഷ്യന്മാരെ, സി അനുയായികളെ, ഡി ലാസറിനെ. ഉത്തരം ഡി ലാസറിനെ. ചോദ്യം 206. യേശു ജെറുസലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ട് ഈന്തപ്പനയുടെ ശാഖകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ആര്? എ ജെറുസലേം നിവാസികൾ, ബി വലിയൊരു ജനാവലി, സി ഒരു വലിയ ജനക്കൂട്ടം, ഡി വലിയൊരു സമൂഹം. ഉത്തരം സി ഒരു വലിയ ജനക്കൂട്ടം. ചോദ്യം 207. ലാസറിനെ ഉയിർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്? എ യഹൂദർ, ബി ജനപ്രമാണികൾ, സി യൂദയ നിവാസികൾ, ഡി ജനക്കൂട്ടം. ഉത്തരം ഡി ജനക്കൂട്ടം. ചോദ്യം 208. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? ആരാണ് ചോദിച്ചത്? എ ഫരിസേയർ, ബി യഹൂദർ, സി നിയമജ്ഞർ, ഡി പുരോഹിതർ. ഉത്തരം എ ഫരിസേയർ. ചോദ്യം 209. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? എ ഗലീലിയിലെ ബെത്സദ, ബി ഗലീലിയിലെ ബഥാനിയ, സി യൂദയായിലെ ബെത്സയിദ, ഡി ഗലീലിയിലെ ബെത്സയിദ. ഉത്തരം ഡി ഗലീലിയിലെ ബെത്സയിദ. ചോദ്യം 210. പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരോട് പറഞ്ഞു? എ റോമാക്കാർ പീലിപ്പോസിനോട്, ബി ഗ്രീക്കുകാർ പീലിപ്പോസിനോട്, സി ഗ്രീക്കുകാർ അന്ത്രയോസിനോട്, ഡി ഗ്രീക്കുകാർ പത്രോസിനോട്. ഉത്തരം ബി ഗ്രീക്കുകാർ പീലിപ്പോസിനോട്. ചോദ്യം 211. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് ഈശോയെ വിവരമറിയിച്ചത്? എ അന്ത്രയോസും യോഹന്നാനും കൂടി, ബി അന്ത്രയോസും യാക്കോബും കൂടി, സി അന്ത്രയോസും പീലിപ്പോസും കൂടി, ഡി പത്രോസും പീലിപ്പോസും കൂടി. ഉത്തരം സി അന്ത്രയോസും പീലിപ്പോസും കൂടി. ചോദ്യം 212. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ആര് യേശുവിനോട് സംസാരിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്? എ പിതാവ്, ബി ദൈവം, സി ഏലിയ, ഡി ഒരു ദൂതൻ. ഉത്തരം ഡി ഒരു ദൂതൻ. ചോദ്യം 213. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ആരാണ് ചോദിച്ചത്? എ ജനക്കൂട്ടം, ബി യഹൂദർ, സി നിയമജ്ഞർ, ഡി ഫരിസേയർ. ഉത്തരം എ ജനക്കൂട്ടം. ചോദ്യം 214. അധികാരികളിൽ പലരും
യേശുവിൽ വിശ്വസിച്ചെങ്കിലും ആരെ ഭയന്നാണ് അവരത് ഏറ്റുപറയാതിരുന്നത്? എ. പുരോഹിതരെ, ബി. നിയമജ്ഞരെ, സി. ജനക്കൂട്ടത്തെ, ഡി. ഫരിസേയരെ. ഉത്തരം ഡി. ഫരിസേയരെ. ചോദ്യം 215. യേശുവിനെ നിരസിക്കുകയും അവൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറയുന്നത്? എ. ന്യായാധിപൻ, ബി. വിധികർത്താവ്, സി. പിതാവ്, ഡി. ദൈവം. ഉത്തരം ബി. വിധികർത്താവ്. ചോദ്യം 216. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? എ. പിതാവ്, ബി. മോശ, സി. യേശു പറഞ്ഞ വചനം, ഡി. ദൈവത്തിൻ്റെ വചനം. ഉത്തരം സി. യേശു പറഞ്ഞ വചനം. ചോദ്യം 217. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? എ. വചനം പാലിക്കുക, ബി. അവനിൽ വിശ്വസിക്കുക, സി. പുത്രനെ അനുഗമിക്കുക, ഡി. നിത്യജീവൻ. ഉത്തരം ഡി. നിത്യജീവൻ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.